സ്നേഹം പരക്കട്ടെ. അതിൽ ചില ആൾക്കാരെ ഉള്ളൂ ഈ ഭാഷണത്തിൽ കുഞ്ഞു പോലെ ഇങ്ങനത്തെ ചില കമന്റുകൾ എഴുതും. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഈ അച്ചായനോടുള്ളൊരു ടോണി അച്ചായൻ അദ്ദേഹത്തിനോടുള്ളൊരു സന്തോഷം തോന്നിയത്, പൈസ ഉള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യനും പാവപ്പെട്ടവരെ സഹായിക്കണം എന്നില്ല. അതിന് നമുക്ക് വലിയൊരു മനസ്സ് വേണം. എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തിരിച്ച് ഓർക്കേണ്ട ഒരൊറ്റ റെസൊല്യൂഷൻ ഇതാണെന്ന് തോന്നുന്നു. മനുഷ്യനെ ഉണ്ടാവുള്ളൂ കൂടെ എന്ന് നമ്മൾ എല്ലാവരും ഒരൊറ്റ കെട്ടായി, ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും ഒന്നും ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരൊറ്റ കെട്ടായി എപ്പോഴും എല്ലാവരും സഹായിക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഈ ന്യൂ ഇയറിനും ഇനി വരാൻ പോകുന്ന ന്യൂ ഇയറുകളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാവരോടും പറയാനുള്ളത് ഹാപ്പി ന്യൂ ഇയർ. ആവേശം പോരാ. 1 2 3 സ്റ്റാർട്ട്. അടിപൊളി. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ന്യൂ ഇയർ എന്താ പറയാ വിഷ് ഒരാളോ രണ്ടാളാണോ എന്നെ ഇപ്പൊ വിഷ് ചെയ്തത്? എത്ര പേര് ഒരുമിച്ചാണ് അല്ലെ? എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തിരിച്ച് ഓർക്കേണ്ട ഒരൊറ്റ റെസൊല്യൂഷൻ ഇതാണെന്ന് തോന്നുന്നു. മനുഷ്യനെ ഉണ്ടാവുള്ളൂ കൂടെ എന്ന് നമ്മൾ എല്ലാവരും ഒരൊറ്റ കെട്ടായി, ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും ഒന്നും ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരൊറ്റ കെട്ടായി എപ്പോഴും എല്ലാവരും സഹായിക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഈ ന്യൂ ഇയറിനും ഇനി വരാൻ പോകുന്ന ന്യൂ ഇയറുകളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാവരോടും പറയാനുള്ളത് സ്നേഹം പരക്കട്ടെ അല്ലേ? അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വേറെ എന്താ ഉള്ളത്? എല്ലാവർക്കും അന്യോന്യം സ്നേഹം ഉണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. കാരണം മറ്റൊരാളുടെ വിഷമത്തിൽ നമുക്ക് സിമ്പതി മാത്രമല്ല എംപതിയും തോന്നും. ഞാനിപ്പോ മറ്റൊരാളുടെ വിഷമത്തിൽ സിമ്പതി എന്നുള്ളൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്യാനൊരു കാരണമുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു പാവപ്പെട്ട ഒരാള് റോഡില് ഭിക്ഷ തേടി പോയി ഒരു കൊച്ചു കുട്ടിയാണ് അങ്ങനെ പോകുന്നതാണ് നമുക്ക് ഭയങ്കര സിമ്പതി തോന്നും. അയ്യോ ഈ കുഞ്ഞ് ഇങ്ങനെ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും ദയനീയമായ കാഴ്ച കാണുമ്പോൾ നമുക്ക് സിമ്പതി തോന്നും. എനിക്കും തോന്നും, നിങ്ങൾക്കും തോന്നും, എല്ലാവർക്കും തോന്നും. ഈ സിമ്പതി എന്ന് പറയുന്നത് ആ തോന്നലിൽ ഒഴിവായി അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് എംപതി. ആ രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലപ്പോ വീഴാൻ പോകുന്ന ആളിന് കൊടുക്കുന്ന അയ്യോ പാവം വീഴാൻ പോയല്ലോ എന്ന് പറയുന്നതല്ലാതെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കൈത്താങ്ങില്ല. ആ കൈത്താങ്ങാണ് എംപതി. 1 ലക്ഷം രൂപ കിട്ടാൻ പോലെ തീരാവുന്നല്ലേ ഉള്ളൂ പ്രശ്നം. ഞങ്ങളോടൊക്കെ പൈസ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷെ നമുക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിലപ്പോ 10 രൂപ വെച്ചുള്ള ഒരു കൂട്ടായ്മയായിരിക്കും ഒരു വലിയ പൈസ സമാഹരിച്ച് ഒത്തിരി പേരുകൾ നമ്മുടെ നാട്ടില് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ ചിലപ്പോ ചില വലിയ ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ നമ്മൾ മലയാളികൾ അത്ര സ്നേഹമുള്ളവരാണ്. അതിൽ ചില ആൾക്കാരെ ഉള്ളൂ ഈ ഭാഷണത്തിൽ കൃതി പോലെ ഇങ്ങനത്തെ ചില കമന്റുകൾ എഴുതും. അതിപ്പോ നിങ്ങൾക്ക് അങ്ങോട്ട് 35 ലക്ഷം കൊടുത്താൽ പോരാ, അതിപ്പോ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടാണോ ഇത് ഇടുന്നത് എന്നൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഈ അച്ചായനോടുള്ളൊരു ടോണി അച്ചായൻ അദ്ദേഹത്തിനോടുള്ളൊരു സന്തോഷം തോന്നിയത്, ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിനോട് തോന്നിയ ഒരു സന്തോഷം എന്ന് വെച്ചാൽ പൈസ ഉള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യനും പാവപ്പെട്ടവരെ സഹായിക്കണം എന്നില്ല. അതിന് നമുക്ക് വലിയൊരു മനസ്സ് വേണം അല്ലെ? പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ നമ്മുടെ പോക്കറ്റില് നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടിയ അന്നത്തെ കൂലി 1000 രൂപയാണെന്ന് ഇരിക്കുന്നത്. ആ 1000 രൂപയിൽ നിന്ന് ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു 10 രൂപ എടുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മദ്യപിക്കുന്ന ഒരാളെന്നാണ് കരുതിക്കോ, മദ്യപിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ? ഒരാളാണെന്ന് കരുതിക്കോ, ഒരു പുരുഷനാണെന്ന് കരുതിക്കോളും. അപ്പൊ അദ്ദേഹത്തിന് 1000 രൂപ വൈകുന്നേരം വീട്ടിൽ പോയപ്പോ കൂലി കിട്ടി. അതിൽ നിന്ന് 100 രൂപ പുള്ളി കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. ആ 100 രൂപ ഒരു പാവപ്പെട്ടവന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് പുള്ളി ഒന്ന് ആലോചിക്കും, അയ്യോ പോയി കഴിഞ്ഞാൽ അന്നത്തെ ഹരം കൂടെ പോയി പോവല്ലോ അല്ലേ? അപ്പോ എല്ലാവരുടെയും 1000-നും വിലയുണ്ട്, എല്ലാവരുടെയും 100 രൂപയ്ക്കും വിലയുണ്ട്. നിങ്ങൾക്ക് 1000 കിട്ടുമ്പോൾ 100 രൂപയ്ക്ക് വിലയുണ്ടെങ്കിൽ അച്ചായന് 1 കോടി രൂപ കിട്ടുമ്പോൾ 1 ലക്ഷത്തിന് വിലയുണ്ട്. അല്ല അതിപ്പോ എനിക്ക് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് 1 ലക്ഷമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കണക്കിന് പറഞ്ഞതാ. അതിന്റെ ഒരു
ഇതില് വലിപ്പ ചെറുപ്പത്തിലല്ല, ഞാൻ ജസ്റ്റ് ആൾക്കാരോട് പറയുന്നൊരു കണക്ക് തന്നെ ഉള്ളൂ. അപ്പോ എന്ന് പറയണ പോലെ എല്ലാവർക്കും എല്ലാ പൈസക്കും വിലയും. ഒരുപാട് ആൾക്കാരെ അതിലേക്ക് സഹായിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങാവാൻ സാധിക്കട്ടെ, ഇനിയും ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കാനും ഒരുപാട് മക്കളെ പഠിപ്പിക്കാനും ഒക്കെ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചൈനീസ് ഗോൾഡിന്റെ 37ാമത് കരകച്ചാലിലെ ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വേണം. യെസ്.